നടൻ പ്രകാശ് രാജിന് റവന്യൂ വകുപ്പ് നോട്ടീസ് അയക്കും. വാഗമൺ വരാട്ടുമേട്ടിൽ പ്രകാശ് രാജ് അധികമായി സർക്കാർ ഭൂമി കൈവശം വച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് നോട്ടീസ്. ഒരു നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അത് പ്രകാശ് രാജ് കൈപ്പറ്റിയില്ല എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നത്. വരാട്ടുമേട് ഉൾപ്പെടുന്ന പ്രദേശത്ത് വ്യാപകമായി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികളിൽ കയ്യേറിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. വരാട്ടുമേട് ഉൾപ്പെടുന്ന സർവേ നമ്പർ 185-1 1076 ഏക്കർ സർക്കാർ ഭൂമിയാണുള്ളത്. ഇതിൽ പലയിടത്തും കയ്യേറ്റം നടന്നിട്ടുണ്ട്. സ്വകാര്യ വ്യക്തി കയ്യേറിയ 10 ഏക്കർ ഭൂമി റവന്യൂ ഉദ്യോഗസ്ഥർ തിരിച്ചുപിടിച്ചു. ഇവിടെ നിർമ്മിച്ച കെട്ടിടവും ഇരുമ്പ് വേലികളും പൊളിച്ചു നീക്കി. സർക്കാർ ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ചു. പ്രദേശത്തെ ഭൂമി കയ്യേറ്റം വിശദമായി പരിശോധിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. സമീപത്ത് നടൻ പ്രകാശ് രാജിന് 1.5 ഏക്കർ ഭൂമിയുണ്ട്. ഈ ഭൂമിയോടൊപ്പം സർക്കാർ ഭൂമിയും നടൻ കൈവശം വയ്ക്കുന്നുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. ഇത് കണ്ടെത്തുന്നതിന് ഈ ഭൂമി അളക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പ്രകാശ് രാജിന് നോട്ടീസ് നൽകിയെങ്കിലും ഇത് കൈപ്പറ്റിയില്ല. അടുത്ത ദിവസം വീണ്ടും നോട്ടീസ് അയക്കാനാണ് തീരുമാനം. ആ സ്ഥലത്തിന്റെ പഴയ പട്ടയെടുത്ത് ഞങ്ങളൊന്ന് പരിശോധിച്ചായിരുന്നു. എന്നാൽ ആൾക്കാർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് സർവേ നടപടി പൂർത്തിയാക്കാൻ പറ്റിയില്ല. പക്ഷേ പരിശോധിച്ചിടത്തോളം അത് നിലവിൽ അത് പട്ടയ സ്ഥലത്താണ് ഇരിക്കുന്നത്. ആ പുതുതായിട്ട് പണിതിരിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു 70% പട്ടയ സ്ഥലത്താണ്. ബാക്കി ഒരു 30% വന്നെങ്കിലേ ഉള്ളൂ. പക്ഷേ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ വന്നിട്ട് അവരുടെ സാന്നിധ്യത്തിലും കൂടെ അളന്നെങ്കിലേ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുള്ളൂ. ഏകദേശം 30 സെന്റ് ഭൂമി പ്രകാശ് രാജ് അധികമായി കൈവശം വെക്കുന്നുണ്ട് എന്നാണ് സംശയിക്കുന്നത്. സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ചെറിയ ഭാഗം പുറമ്പോക്ക് ഭൂമിയിലാകാം. സർവേ നടപടികൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. വരാട്ടുമേട്ടിൽ പ്രാദേശിക ജനപ്രതിനിധികളടക്കം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നാണ് സൂചന. വരാട്ടുമേടിന്റെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടാണ് കയ്യേറ്റങ്ങളെല്ലാം. അനധികൃതമായി വരാട്ടുമേട്ടിലേക്ക് നിർമ്മിച്ച വഴി റവന്യൂ ഉദ്യോഗസ്ഥർ തടഞ്ഞിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.